Ladies and gentlemen, this is Adarsh and welcome to my Conedy. 2026 ഏറ്റവും ബെസ്റ്റ് പടം ഏതാന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ കണ്ണും പൂട്ടി പറയും മേ വാപ്പസ് ആവുക. അൺഡൗട്ടഡ്ലി ദ ബെസ്റ്റ് ഫിലിം ഓഫ് 2026. ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലാണ് ഈ സിനിമ സ്ട്രീം ചെയ്യുന്നത്. വൺ സ്റ്റാർ കാസ്റ്റ് ഒന്നുമില്ല, വമ്പൻ സംഭവം സ്റ്റാർ കാസ്റ്റ് ഒന്നുമില്ല. നസറുദ്ദീൻ ഷാ, ദിൽജീത്ത് ഇവരൊക്കെയാണ് മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. AR റഹ്മാൻ മ്യൂസിക്കിലാണ്. അണ്ടർ റേറ്റഡ് ജെം എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഹിഡൻ ജെം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അങ്ങനത്തെ പടം. ഭയങ്കര ഹോണ്ടിങ് ആണ്. ഭയങ്കര ഹോണ്ടിങ് പറഞ്ഞാൽ ഈ സിനിമയിലെ ചില സീൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സ്ക്രീനിക്ക് നമുക്ക് നോക്കാൻ തോന്നില്ല. അത്രയും ഹോണ്ടിങ് ആണ് ഈ സിനിമ. ഭയങ്കര ഇമോഷണൽ ആണ് ഈ സിനിമ. പോയറ്റിക് ആണ് ഈ സിനിമ. ബ്യൂട്ടിഫുൾ ആണ് ഈ സിനിമ. 1947 നടക്കുന്ന പാർട്ടീഷൻ പഞ്ചാബിനെ ഈസ്റ്റ് പഞ്ചാബ് ആക്കണു, വെസ്റ്റ് പഞ്ചാബ് ആക്കണു. നായകൻ ഒരു സ്ഥലത്തോട്ട് പോണു, നായിക ഒരു സ്ഥലത്തോട്ട് പോണു. കാരണം നായകൻ സിഖാണ്, നായിക മുസ്ലിമാണ്. 95-ാമത്തെ വയസ്സിൽ അങ്ങേര് മരിക്കാൻ കിടക്കുമ്പോ അങ്ങേർക്ക് നായികയെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം തോന്നുന്നു. 78 വർഷമായിട്ട് ഇവർ തമ്മിൽ ഒരു കോണ്ടാക്റ്റും ഇല്ല, കണ്ടിട്ട് പോലും ഇല്ല. അങ്ങേർക്ക് കാണാൻ തോന്നുകയാണ്. പിന്നീട് അവര് കാണോ ഇല്ലേ, അതാണ് ഈ സിനിമ പറഞ്ഞു പോണത്. ഇതിൽ എടുത്തു പറയേണ്ടത് പെർഫോമൻസ്. ഈ സിനിമ തുടങ്ങുന്ന ഫ്രം ദ വെരി ഫസ്റ്റ് സീൻ നസറുദ്ദീൻ ഷാനെ കാണിക്കും, അങ്ങേര് ഒരു പെർഫോമൻസ് കാണിക്കും. ആ ഫസ്റ്റ് സീൻ നമുക്ക് മനസ്സിലാവും ഇങ്ങേര് ഇതില് പൂണ്ട് വിളയാട്ടമായിരിക്കുന്നു. 95 വയസ്സായിട്ടുള്ള ഒരാളായിട്ട് അങ്ങേര് ജീവിക്കായിരുന്നു. എനിക്ക് തോന്നുന്നു 95 വയസ്സായിട്ടുള്ള ഒരാളെ ഒരു കിടക്കെ കൊണ്ടേ കിടത്തി എങ്ങനെ ഉണ്ടാവും, വെയ്യാത്ത ഒരാളെ. അങ്ങനെയാണ് ആ മനുഷ്യനെ അഭിനയിച്ചിരിക്കുന്നത്. അങ്ങേരുടെ മുഖത്തെ ചുളിവ് വരെ അഭിനയിച്ചിട്ടുണ്ട്. ഈ പെർഫോമൻസിനൊന്നും നാഷണൽ അവാർഡ് കൊടുത്തില്ലെങ്കിൽ കെട്ടിയും പെട്ടിയും ഒക്കെ പൂട്ടിയിട്ട് പോവാ. നാഷണൽ അവാർഡ് ഒന്നും ഇവിടെ വേണ്ട. റീസെന്റ് ടൈംസിലല്ല, ഒരു 10 കൊല്ലം എടുത്തു നോക്കിയാൽ പോലെ ഇത്രയും അടിപൊളി പെർഫോമൻസ് ഞാൻ ആരെയും കണ്ടിട്ടില്ല. അജാദി പീക്ക് എപ്പിക് പെർഫോമൻസ് ആണ് ആ മനുഷ്യന്റെ. അങ്ങേര് സങ്കടപ്പെടുന്ന സീനും ഇമോഷണൽ ആവുന്ന സീനും കാണുമ്പോ കണ്ണിൽ ടാപ്പ് തുറന്ന് വിട്ട പോലെയാണ് കണ്ണിൽ കൂടെ വെള്ളം വന്നിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ സിനിമയുടെ ക്ലൈമാക്സ്. അയ്യോ, ഞാൻ ഇത്രയും അറ്റാച്ച്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഡീപ്പായിട്ട് ഒരു സിനിമ കണ്ടിട്ടില്ല. ഈ സിനിമ കാണുന്ന സമയത്ത് പുറത്ത് മഴ പെയ്യുന്നുണ്ട്, ഇടിവെട്ടുണ്ട്, ഞാൻ ഒന്നും അറിഞ്ഞില്ല. ആൻഡ് ഈ സിനിമ കണ്ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര ഹോണ്ടിങ് ആയിട്ടാണ് ഫീൽ ചെയ്ത്. ഭയങ്കര സഫക്കേറ്റിംഗ് ആയിരുന്നു സിനിമ കഴിഞ്ഞപ്പോ. അത്രയും അടിപൊളി പടം. അതാ ഞാൻ പറയുന്നത്, ദിസ് ഇസ് എ ജെം. സോ ഇതില് നമ്മുടെ ശർവാരി ആണ് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അടിപൊളിയായിരുന്നു. ഇവര് തമ്മിലുള്ള കോമ്പിനേഷൻ സീൻ എനിക്ക് തോന്നുന്നു നസറുദ്ദീൻ ഷായുടെ യങ്ങ വേർഷൻ ചെയ്തൊരു പയ്യനും ശർവാരിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനൊക്കെ നല്ല രസമായിരുന്നു. പല സമയത്തും ഇമോഷണൽ സീൻസ് ഇത്ര സോൾ ടച്ചിങ് ആയിട്ട് തോന്നാൻ കാരണം, അല്ലെങ്കിൽ അത്രയും നമുക്ക് ഇമോഷണൽ ആയി തോന്നാനുള്ള കാരണം AR റഹ്മാൻ മ്യൂസിക്. അങ്ങേരുടെ കിട്ടു വർക്കായിരുന്നു. ഈ സിനിമയിൽ നസറുദ്ദീൻ ഷാക്ക് എത്ര ക്രെഡിറ്റ് കൊടുത്തിട്ടുണ്ടോ അത്രയും ക്രെഡിറ്റ് AR റഹ്മാനും കൊടുക്കണം. അജാതി പണ്ണലായിരുന്നു. ഇതിന്റെ പാട്ടൊക്കെ എഴുതിയ ആ ചങ്ങായി എന്തോന്ന് ലിറിക്സ്, യജാതി കിടു ലിറിക്സ്. ആ കിടു ലിറിക്സും ഇങ്ങനെ മ്യൂസിക് വർക്കും കൂടി വരുമ്പോൾ കുറെ നല്ല പാട്ട് കിട്ടി, കുറെ നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ഉള്ള സിനിമ. 2 മണിക്കൂർ 46 മിനിറ്റ് എന്തോ ഉണ്ട് ഈ സിനിമ. അങ്ങനെ അതിൽ ലയിച്ചിരുന്ന് കണ്ടു. സച്ച് എ ബ്യൂട്ടിഫുൾ ഫിലിം. ഈ പാർട്ടീഷൻ നടക്കുന്ന സമയത്തും ഈ പേട്രിയോട്ടിസത്തിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ആ സമയത്ത് ഉണ്ടായ ക്രുവാലിറ്റി, ബ്രൂട്ടാലിറ്റി, കൊടും ക്രൂരത, ഇതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനാണ് അവർ നോക്കിയിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് ഹാഫിൽ സർട്ടൻ സീൻസ് ഉണ്ട് മോനെ, സ്ക്രീനിക്ക് നോക്കാൻ പോലും തോന്നില്ല. എനിക്കത് ഭയങ്കര ഹോണ്ടിങ് ആയിട്ടാണ് തോന്നിയത്. പേട്രിയോട്ടിസത്തിന് പകരം ഇതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഓവർ മെലോ ഡ്രാമാറ്റിക് ആക്കാത്തതുകൊണ്ട് പല സമയത്തും കണ്ണിന്ന് വെള്ളം വന്നുകൊണ്ടേയിരുന്നു. ഇപ്പൊ നമ്മൾ എവിടെ നോക്കിയാലും പേട്രിയോട്ടിസം വേണ്ടിട്ട് ഓവർ മെലോ ഡ്രാമ കുത്തിക്കയറ്റാണ്. പേട്രിയോട്ടിസം നാച്ചുറലി നമുക്ക് തോന്നുകയാണ് വേണ്ട, അല്ല നിങ്ങൾ ഫോഴ്സ് ചെയ്ത് തോന്നിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. സോ ഒരു ലവ് സ്റ്റോറി ബ്യൂട്ടിഫുൾ ആണോ ഇല്ലയെന്ന് അറിയാൻ നമ്മളെ മാത്രം അനലൈസ് ചെയ്താൽ മതി. ചില സീന് കാണുമ്പോൾ അയ്യേ എന്ന് പറയാൻ തോന്നി, ദാറ്റ്സ് ക്രിഞ്ച്. ചില സീന് കാണുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മൾ പൊട്ടനെ പോലെ ഇരുന്ന് ചിരിക്കും. അതൊരു ബ്യൂട്ടിഫുൾ പോയറ്റിക് ലവ് സ്റ്റോറിയാണ്. പിന്നെ എടുത്തു പറയേണ്ട പെർഫോമൻസ് ദിൽജീത്തിന്റെയാണ്. ദിൽജീത്തിന്റെ ക്യാരക്ടർ കുറച്ച് കഷ്ടമാണ് ചെയ്യാൻ. നമുക്ക് കാണുമ്പോൾ തോന്നും ദിസ് ഇസ് വെരി ഈസി എന്ന്. പക്ഷേ
ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ക്യാരക്ടർ ആൾ അടിപൊളി ചെയ്തിട്ടുണ്ട്. അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, എസ്പെഷ്യലി ടുവേർഡ്സ് ക്ലൈമാക്സ്. ക്ലൈമാക്സ് അങ്ങനെ ആയിരിക്കുന്ന എനിക്ക് പലപ്പോഴും പ്രഡിക്റ്റബിൾ ആയിരുന്നു, പലപ്പോഴും തോന്നി അങ്ങനെ ആയിരിക്കുന്നു. പക്ഷെ ആ സമയത്ത് അങ്ങേരുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, മറ്റേ നസറുദ്ദീൻ ഷായുടെ മുഖത്തെ ചുളിവ് വരെ അങ്ങേരെ അഭിനയിച്ചിട്ടുണ്ട്. അത്രയും അടിപൊളിയായിട്ടാണ് അങ്ങനെ പെർഫോം ചെയ്തിരിക്കുന്നത്. സോ ഓവറോൾ സ്ലോ പേസ്ഡ് പടമാണ്, വൻ മാസ് പരിപാടി അങ്ങനത്തെ ഒന്നുമില്ല. ബ്യൂട്ടിഫുൾ പോയറ്റിക് ആയിട്ടുള്ള വീർ സാറ പറഞ്ഞൊരു പടമുണ്ട് ഷാറുഖ് ഖാന്റെ, ഓൾമോസ്റ്റ് അതിന്റെ സെയിം പ്ലോട്ടാണ് ഇതിന്, പക്ഷെ അതിലും ബെറ്റർ പടമാണത്. അങ്ങനത്തെ വീർ സാറ പോലത്തെ സിനിമകളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ യു ഷുഡ് ട്രൈ ദിസ്. അല്ലാതെ ഇങ്ങനത്തെ സ്ലോ പേസ്ഡ് പടങ്ങളൊക്കെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ആ വഴിക്ക് പോയിട്ട് തന്നെ കാര്യമില്ല. ഇത് എത്ര പേർക്ക് ഇഷ്ടാവുന്ന പോലും എനിക്കറിയില്ല, ചിലർക്കൊന്നും ഇത് പറ്റുപോലുമില്ല. ബട്ട് ഐ ജസ്റ്റ് ലവ് എവറി ബിറ്റ് ഓഫ് ദിസ് ഫിലിം, എവറി സിംഗിൾ ബിറ്റ്. അത്രയും അടിപൊളി പടം. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ 2026 ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും ബെസ്റ്റ് പടം, ഇനി ഇറങ്ങാൻ പോണേൽ ഏറ്റവും ബെസ്റ്റ് പടം തന്നെയായിരിക്കും. ഇതിന്റെ മുകളിലൊന്നും ഒരു പടം വരുന്ന എനിക്ക് തോന്നുന്നില്ല. ആൻഡ് അങ്ങേരെ പെർഫോമൻസ് പീക്കായിരുന്നു. റീസെന്റ് ടൈംസിലൊന്നും അല്ല, ഞാൻ പറഞ്ഞില്ലേ ഓൾമോസ്റ്റ് 10 to 15 years ഇജാതി പെർഫോമൻസ് ഒന്നും ആരും കാണിച്ചിട്ടില്ല, ഈവൻ മലയാള സിനിമയിൽ പോലും ഇല്ല. സോ വേണ്ടവർ കണ്ടു നോക്കാം. മേ വാപ്പസ് ആവുക ഈ സ്ട്രീമിംഗ് ഓൺ നെറ്റ്ഫ്ലിക്സ്.